ചൈൽഡ് സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ ഓർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. വാട്ട് ഈസ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓർ വാട്ട് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? ബോത്ത് ആർ സെയിം. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കുകയും ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് അവരിൽ ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് പറയാം. ഒരു വലിയ കെട്ടിടത്തിന് പര്യാപ്തമായ നിലയിൽ ഒരു ഫൗണ്ടേഷൻ കൊടുക്കലാണ് വാസ്തവത്തിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഈ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന പ്രക്രിയ നടക്കുമ്പോൾ സാധ്യമാകുന്നത്. ഓരോ ഘട്ടത്തിലും കുട്ടികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഘട്ടത്തിന് അനുസൃതമായ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആ കുട്ടിയിൽ സാധ്യമായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് അതൊരു വലിയ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആകുമ്പോൾ അന്നത്തെ പ്രായത്തിന് അനുസൃതമായ നിലയിൽ ആ വ്യക്തിക്ക് ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇടേണ്ടതുണ്ട്. ആ ഫൗണ്ടേഷൻ വളരെ പര്യാപ്തമായ രൂപത്തിലുള്ളതായിരിക്കണം എന്ന് ചുരുക്കം. എല്ലാ കാലത്തും ഒരു കുട്ടിയുടെ സവിശേഷതകൾ മാത്രം ഒരാളിൽ ഉണ്ടായാൽ മതിയോ? പോരാ. ഒരു വ്യക്തി ആദ്യം ശിശുവായിരിക്കും, പിന്നീട് അത് പ്രീ പ്രൈമറി ഏജിലേക്ക് എത്തും, പിന്നീട് കൗമാരത്തിലേക്ക് കടക്കുന്നു, അതിനുശേഷം പക്വതയെത്തിയ ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ട് അത് മാറുന്നു. ആ ഒരു പക്വതയെത്തിയ സന്ദർഭത്തിൽ ആ വ്യക്തി കുട്ടിയായിരിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന അടിത്തറയെ ആശ്രയിച്ചാണ് ഈ പറഞ്ഞ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാനസികമായ വളർച്ച പരിപൂർണമായ ശരിയായ രൂപത്തിലുള്ളത് ആയിത്തീരുകയുള്ളൂ. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു ബേസ് ശരിയായ രൂപത്തിൽ ആയിരിക്കണം എന്ന് ചുരുക്കം. ആ ഒരു ബേസ് അതല്ലെങ്കിൽ അടിത്തറ ഇടുക എന്നുള്ളതാണ് ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ട് ഇവിടെ സാധ്യമാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ബ്രെയിനും അതിൻ്റെ കഴിവുകളും ഉൾക്കൊള്ളുന്നതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് അതല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത്. കുട്ടികൾ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുപോലെ തന്നെ പ്രശ്നങ്ങളെ നേരിടാനും പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും വേണ്ടിയിട്ട് അവർ പ്രാപ്തരാകുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു, പിന്നീട് അവർ അതിന് പ്രാപ്തരാകുന്നു. കൂടാതെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഈ പറയുന്നതെല്ലാം ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് സഹായകമായ ഘടകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികൾ വളരും തോറും മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ്? ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്ന കുട്ടി ജനിച്ചത് തൊട്ട് 2 വയസ്സ് വരെ. എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത് അതിൻ്റെ സെൻസസിലൂടെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെയാണ് എന്ന്. ഇത് തന്നെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത്. കുട്ടിയുടെ ഓരോ സെൻസും ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇനി ഇതിൻ്റെ 2ാം ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്? ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years ആണ്. 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്ന നിലയിൽ ഈ ഒരു സ്റ്റേജിൽ ആണ് വാസ്തവത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ ഈ ഒരു ഏജിലാണ് നമ്മളുടെ കയ്യിലേക്ക് കുട്ടികളെ കിട്ടുന്നത്. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നതും അതുപോലെ തന്നെ ലാംഗ്വേജിൽ അവരുടെ കഴിവുകൾ കൂടുതൽ തെളിയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വാസ്തവത്തിൽ ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. സംസാരിച്ച് തുടങ്ങുന്നു, പിന്നീട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years. കൂടാതെ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് ഈ ഒരു സ്റ്റേജിലാണ് അവർ ആർജിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു ശേഷി കൂടി ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ആർജിച്ചെടുക്കുന്നു. ഇമാജിനേഷൻ്റെ തുടക്കം നടക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. എന്താണ്?
കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, അതായത് ഈ പറഞ്ഞ 7 ഇയേഴ്സ് തൊട്ട് 11 ഇയേഴ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുറേ കൂടി വ്യക്തമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. വസ്തുക്കളെ തിരിച്ചറിയാനും അവരുടെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റായിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് വ്യത്യസ്ത ഷേപ്പുകളിലുള്ള 2 പാത്രങ്ങളുണ്ട് എന്ന് കരുതുക. ഈ 2 പാത്രങ്ങളിൽ ഒരേപോലെ അളവ് എന്തെങ്കിലും ലിക്വിഡ്സ് ഒഴിച്ചാൽ അത് ഏകദേശം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടി ആർജിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന 7 തൊട്ട് 11 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. വ്യക്തതയും കൃത്യതയും സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് ചുരുക്കത്തിൽ പറയാം. 4ാമത്തേത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജാണ്. എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11+ ആണ്. 11 വയസ്സിന് മുകളിലുള്ള കൗമാരക്കാരാണ് വാസ്തവത്തിൽ ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ ഉൾപ്പെട്ടവർ. ഈ പ്രായക്കാരായ കുട്ടികൾക്ക് കോംപ്ലക്സ് ആയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കൃത്യമായ ചിന്താശക്തിയുമുള്ളവരായിരിക്കും ഇവർ. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ വളർച്ചയെ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് അടിത്തറ പാകുന്ന നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു കാലഘട്ടം, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കുട്ടികളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പരിപോഷിപ്പിക്കുന്നതിന് ഒരു പ്രീ പ്രൈമറി ടീച്ചർ എന്ന നിലയിൽ നമുക്കൊക്കെ വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത്. ഈ ഒരു ബോധ്യം നമ്മിലുണ്ടായിരിക്കണം. കുട്ടികളിൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എങ്ങനെ സാധ്യമാക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലൊന്നാമത്തത് ക്രിയേറ്റ് സ്റ്റിമുലേറ്റിംഗ് എൻവയറോൺമെൻറ്റ്. കുട്ടികളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. എവിടെ? ക്ലാസ് റൂമുകളിൽ. കുട്ടികളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളർത്തുവാനുതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിന് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുകയും അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂം സെറ്റപ്പ് എന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയായ നിലയിൽ ക്ലാസ് റൂമുകൾ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ അവരിലെ കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടോയ്സ് അവർക്ക് നൽകുക, അതുപോലെ തന്നെ പസിൽസ് കൊടുത്ത് അവരെ കൊണ്ട് പ്രോബ്ലം സോൾവിങ്ങിനുള്ള ആ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറ്റു ആക്ടിവിറ്റീസിൽ അവരെ ഏർപ്പെടുത്തുക എന്നുള്ളവയൊക്കെയാണ് ഈ ഒരു എൻവയറോൺമെൻറ്റ് സൃഷ്ടിച്ചെടുക്കുക, ക്ലാസ് റൂം എൻവയറോൺമെൻറ്റ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് എൻകറേജ് ക്യൂരിയോസിറ്റി. എൻകറേജ് ക്യൂരിയോസിറ്റി അമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ ജിജ്ഞാസ വളർത്തിയെടുക്കൽ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മളെന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അത് നിർത്തുന്നു. നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു, കുട്ടിയുടെ പേര് പറയുന്നു, അതിനെ അവിടെ ഒരു വിശദീകരണം പിന്നീട് അവിടെ കുട്ടി നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ യെസ് ഓർ നോ, അങ്ങനെയാണോ, അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടി ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം പറയുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടിയെ പര്യാപ്തമാകുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിക്കുക. അതെങ്ങനെ സാധിക്കും? കുട്ടിയോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് രാത്രിയിൽ സൂര്യനെ കാണാത്തത്? അപ്പോൾ കുട്ടി ഓർക്കുന്നു എന്ത്? രാത്രിയിൽ സൂര്യൻ ഇല്ല എന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുട്ടി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു, കുട്ടിയുടേതായ നിലയിലുള്ള ഉത്തരങ്ങൾ പറയാൻ തുടങ്ങുന്നു. അവനിൽ ആശയങ്ങൾ വളർത്തിയെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ്, ഒരു എൻകറേജ്മെൻറ്റാണ് വാസ്തവത്തിൽ അവിടെ നമ്മൾ നൽകുന്നത്. ഇതേപോലെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വിശദമായി ഉത്തരം നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസ അവരിൽ ഉടലെടുക്കുന്നു.
ആദ്യം കുട്ടി പറയുന്ന ആൻസർ ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കുട്ടി നമ്മളോട് തന്നെ ചോദിക്കുന്നു, ടീച്ചറെ എന്താ രാത്രി സൂര്യനെ കാണാത്തത്, സൂര്യൻ എങ്ങോട്ടാണ് രാത്രി പോവുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. രസകരമായ മറുപടികൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് വിജ്ഞാനം പകരാൻ ഉതകുന്ന രൂപത്തിലുള്ള മറുപടികളും നമുക്ക് കൊടുക്കാം. അതേക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നു. അങ്ങനെ കുട്ടികളുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ് അവിടെ സാധ്യമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തത് ക്രിയേറ്റ് സ്റ്റിമുലേറ്റിംഗ് എൻവയറോൺമെൻറ്റ് ഇൻ ദി ക്ലാസ് റൂം. രണ്ടാമത്തത് എൻകറേജ് ക്യൂരിയോസിറ്റി എന്നത്. മൂന്നാമത്തത് പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ്. എന്താണ് ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്. ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് പല കാര്യങ്ങളും പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന്, ഒരു ചെടി നമ്മൾ കുറച്ച് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവരോട് പറയുന്നു അത് കുഴിച്ചിടുവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഒരു ചെറിയ കുഴിയൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് കുട്ടികളോട് ആ ചെടി അതിലേക്ക് വെക്കുവാനും മണ്ണിട്ട് അത് മൂടുവാനും വേണ്ടിയിട്ട് പറയുന്നു. എന്നിട്ട് വെള്ളമൊഴിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. ഈ പ്രക്രിയ പിറ്റേ ദിവസവും കുട്ടികളോട് പറയുന്നതും ആ ചെടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ചെടി വളരണമെങ്കിൽ അവിടെ വെള്ളമൊഴിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യം കുട്ടി അവിടെ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് അവരെ കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക പരിശീലനങ്ങളിൽ കുട്ടികൾ ഏർപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ അറിവുകൾ നേടാൻ കഴിയുന്നു. അതവരുടെ മനസ്സിൽ രൂഢമൂലമാകുവാൻ സാധിക്കുന്നു. അതിലൂടെ അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് അവിടെ സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നു. ഇതാണ് പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ അവൻ വാട്ടർ ബോട്ടിൽ സ്വയം തുറക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവനെ നമ്മൾ അനുവദിക്കുക, അവനെ കൊണ്ട് അത് ചെയ്യിക്കുക. എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് സ്വയം അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി തന്നെയാണ്. പ്രായോഗികമായിട്ട് അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിലായിരിക്കുമ്പോഴും എന്താണ്, കുട്ടി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് തനിയെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം ഓരോ അറിവുകൾ കുട്ടി നേടുകയാണ്. അവിടെ കുട്ടിയുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവിടെ സാധ്യമാകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ വളർന്ന് വരികയും കൂടിയാണ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുക, ക്രിയേറ്റീവായിട്ട് മാറ്റിയെടുക്കുക. നാലാമതായിട്ട് കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർമാരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ഓരോ കുട്ടിയെയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. എവരി ചിൽഡ്രൻ ഈസ് യുണീക്ക്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരവരുടെ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവർ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് വാസ്തവത്തിൽ എന്താണ്? ഓരോ കുട്ടിയെയും പ്രത്യേകം ശ്രദ്ധിച്ച് അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ശരിയായ രൂപത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പ്രീ പ്രൈമറി ടീച്ചർ അതല്ലെങ്കിൽ ഒരു മോണ്ടിസോറി ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മളുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ പ്രൊഫഷനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. താങ്ക് യു വെരി മച്ച്.